പനി പെട്ടെന്നൊരു പനി. പനിയോ? പനി ചൂടുണ്ടോ? ഉള്ളിലാണ് ചൂട്. എന്നിട്ട് ഈ ഉച്ചക്ക് നട്ടുച്ചക്ക് കിടന്ന് ഉറങ്ങണേ വാതിൽ കുറ്റിട്ട് അങ്ങനെ എന്തിനാ നിങ്ങള്? വാതില് കുറ്റിയിട്ട് പെട്ടെന്ന് പോരെ പരിച്ച് കിടക്കൽ ആരെങ്കിലും വന്നാലോ അടയ്ക്കാം. എന്തിനാ അടയ്ക്കണേ? അടയ്ക്കാം, ഞാൻ കിടക്കാം. എന്ത് ക്ലീറ്റോ, ഇത്തിരി ചായ വെക്ക് ക്ലീറ്റോ. ക്ലീറ്റോ, 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 വാതില് തുറന്നിട്ടേക്കണ. ക്ലീറ്റോ, 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 ക്ലീറ്റോ. ക്ലീറ്റോ, ഇതെവിടെ
നടക്കുകയില്ല. ക്ലീറ്റോ എടാ, ക്ലീറ്റോനെ കാണാനില്ല, റൊണാൾഡിനെയും കാണാനില്ല. കളിയാക്കാനാണ് ചോദിച്ചത്. നേരം വെളുത്തു കഴിഞ്ഞപ്പോ ഒരുമിച്ച് കിടന്നുറങ്ങിയ ആളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അകത്തിരിക്കണെന്ന്. ആ രണ്ടുപേരെയും കാണുന്നില്ല. ദൈവത്തിനറിയാം. എന്തുപറ്റി? എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? ആരെ? ക്ലീറ്റോനെ റൊണാൾഡിനെ കാണാനില്ല. ഞാൻ നേരം വെളുത്ത് തപ്പി നോക്കിയപ്പോ ആളവിടെ ഇല്ല. പിന്നെ പറ്റിക്കാനാണോ പോണത്? പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടാവും. ആവശ്യത്തിന് പോവാണെങ്കിൽ എന്നാ, ഞാൻ അടുത്ത് കിടക്കുവല്ലേ. ചേച്ചി ഉറങ്ങി കിടക്കുന്നുണ്ട്. ആ ഫോണ് ആരെയോ പറ്റിക്കാൻ പോയി രണ്ടും കൂടെ. എപ്പോഴെന്നിട്ട് പോയിന്നാവോ? അമ്മായിയാണ്. അമ്മായി? ആ അമ്മായി എന്നിട്ട് രാവിലെ വിളിച്ചില്ലേ ചേച്ചി? വിളിച്ചു നോക്ക് ഫോൺ. ആ നോക്കട്ടെ. ഒന്നും പറയാതെ പോയ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി ശരി. അമ്മാവനോടെ കാണാനില്ലെന്ന് ഉറക്കെഴുന്നേറ്റൊക്കെ അമ്മാവനെ കാണാനില്ലെന്ന്. 3 പേരുടെ എന്തെങ്കിലും പണി ഒപ്പിച്ചോണ? 3 പേരും കൂടെ എവിടെ പോയി? അമ്മായി ബാഗും കൊണ്ടാ പോയത്? ആണോ? ഞാനിപ്പോ തിരിച്ചു വിളിക്കാമേ. അവിടെ ബാഗൊക്കെ കൊണ്ടു നിൽക്കണം. അവന്റെ ബാഗൊക്കെ കൊണ്ടുപോകും. വല്ല ടൂറിനും പോയതായിരിക്കും. ഉണ്ടോ ചേച്ചി? എടി ഇല്ലടി. ഇല്ലേ? ക്ലീറ്റോന്റെ അടുത്തുള്ള ഒരു ചെറിയ ബാഗുണ്ട്, അത് കാണാനില്ല. 2 മുണ്ടും കാണുന്നില്ല. ഒരു വെള്ള ഷർട്ടും. അവിടെ അവന്റെ ബാഗ് കാണാനില്ല. അപ്പൊ 3 കൂടെ പ്ലാൻ എവിടെയോ പോയേക്കണതാ. പറഞ്ഞിട്ട് പൊക്കൂടെ? നീ ഒന്ന് വിളിച്ചേടാ, ക്ലീറ്റോനെ ഒന്ന് വിളിച്ചേ. ശരിക്കും ഏട്ടനില്ലേ? മിണ്ടല്ലേ? ഏട്ടനെ കൂട്ടാതെ പോയില്ലേ? എനിക്ക് വേറെ ജോലിയില്ലേ? ഇവർക്ക് വേറെ ജോലിയിലെത്തണേ. തമിഴ് സ്വിച്ച് ഓഫ്. തമിഴ്നാട്ടിലോട്ട് വിട്ടു. അതെ, ഭാര്യ, കുടുംബം, കുട്ടികൾ എന്നുള്ള ചിന്തയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നേരെ കടലിലേക്ക് അങ്ങ് ഇറങ്ങാം. അതോടെ എല്ലാം തീരും. അച്ഛൻ എന്തേ പറഞ്ഞോണ്ട് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും ജീവിച്ച പകുതിയെങ്കിലും ആയി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ റോസ്മേരിയും മുള്ളാനും വിട്ട് ഞാനെങ്കിലും ഇല്ല. എടാ, പേരുദോഷം കേട്ട് ജീവിക്കണേക്കാൾ നല്ലത് ചാവണം തന്നെ. അതിന് 3 പേരോട് ചാവണോ? ആരുടെ ഒരാൾ ചത്താ പോരെ? ഒരാൾ ചത്താ 2 പേരെ പോലീസ് പിടിക്കില്ലേ? അതും ചത്തവനാ കുറ്റം ചെയ്താൽ കൊണ്ട് പറയണം. ഓ, എന്നായാലും ഈ കേസ് തെളിയും. അപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരൂലേ? എന്നാലും മെച്ചം ചാവോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാവന്നെ. ശത്രു അതോടെ എല്ലാം തീരൂടാ. ആരാ ഫോൺ അടിക്കുന്നത്? ഫോൺ ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ പാവ. വാച്ച് നിന്നപ്പോ 10 മിനിറ്റ് മുമ്പ് സമയം നോക്കാൻ ഓണാക്കിയത്, പിന്നെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ആരാ നോക്ക്? കനകന. ഓ കർത്താവേ. അമ്മാവൻ എടുക്ക്. നമ്മൾ കൂടെ ഉണ്ടെന്ന് പറയണ്ട. എന്നിട്ട് അമ്മാവൻ കീഴടങ്ങിക്കോ.
പിടികൊടുത്തോ, ഞാൻ രക്ഷപ്പെടുത്തും. ആക്രമണ സാറിനെ കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മാവനെ രക്ഷപ്പെടുത്താം. എടുത്തോ. കനക, ഞാൻ ക്ലീറ്റോന് കൊടുക്കാം. അളിയാ, ഒരു കാര്യം സമ്മതിക്കണം, ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കച്ചവടം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കച്ചവടം. നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലേക്ക് ചിന്തിച്ചു. 10 തലയല്ലേ അവനുണ്ട്, 20 തലയുള്ള രാവണനാണ്. പേടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർണ്ണമൊക്കെ സാധാരണ കരിയുന്നതല്ലേ. ഇതൊക്കെ സ്വർണവും മയക്കുമരുന്നൊക്കെ സാധാരണക്കാർ ഇപ്പൊ ചെയ്യുന്നതാണ്. ഇവര് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ. എന്റെ ഏട്ടാ ഒന്ന് പറയാ. നീ ഉടുമ്പ് കേട്ടോ? ഉടുമ്പ് എന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ ഉടുമ്പ് പോലെ പിടിക്കും. ഉടുമ്പ് എന്നൊരു ജീവിയുണ്ട്. ഈ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം 1972 ആക്ട് പ്രകാരം അതിനെ പിടിക്കുകയോ കൈവശം വെക്കുകയോ കൊല്ലുകയോ ചെയ്താൽ ക്രിമിനൽ കുറ്റമാണ്. 7 വർഷം ശിക്ഷ അനുഭവിക്കണം. അതിനാരാ പിടിച്ചത്? നിന്റെ ഉണപ്പുറന്നവനും സംഘവും. ഉടുമ്പിനെ വെറുതെ വിടൂല ദൈവമേ. ഈ അമ്മാവൻ എന്തിന്റെ കുഴപ്പമായിരുന്നേ? അമ്മാവനെ കുറ്റം പറയേണ്ട, ക്ലീറ്റോ എന്തെങ്കിലും പറഞ്ഞ് ചാടിച്ചോണ്ട് പോയതായിരിക്കും. അല്ലേട്ട് ഇവര് ഇതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? തമിഴന്മാർക്ക് കൊടുത്ത് എന്തെങ്കിലും 25,000 രൂപ കിട്ടി. ദൈവമേ, ഈ ഉടുമ്പിനെ പിടിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. പണിക്ക് പോയാല് 25,000 രൂപയ്ക്ക് വേണ്ടിട്ടാ. 25,000 രൂപ കിട്ടിയപ്പോഴത്തേക്ക് 3 പേരുടെ വിധിച്ചെടുക്കുന്ന സമയത്താണ് അറിയണത് തമിഴിന്റെ പോലീസ് നോക്കി. എന്റെ ദൈവമേ. എന്നിട്ട് തമിഴൻ പറഞ്ഞെടുത്ത് 3 മലയാളികൾ വന്നു. അതാണ് അതേവരറിഞ്ഞു. പിന്നെ നിക്കക്കളിയില്ലല്ലോ, കൂടും കിടക്കെടുത്ത് നാട് വിടാൻ പോയി. അങ്ങനെ തമിഴ്നാട്ടിൽ ചെന്നത് കന്യാകുമാരി ചെന്ന് ചാടിച്ചാവാൻ നിന്നാണ്. പറ്റി രക്ഷിക്കട. പറഞ്ഞേക്ക് കടലിൽ ചാടണോ ട്രെയിൻ കയറണോ പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോഴാണ് എന്റെ കോളേജിൽ ഉള്ളത്. അമ്മാവൻ ഫോൺ എടുത്ത പുണ്യം. മറ്റൊമ്പ 2 ഓഫീസ് വെച്ചിരിക്കല്ലേ. പേടിച്ചിട്ടാ. എന്തിനു പേടിക്കുന്നതിന്? അല്ലേ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 7 കൊല്ലം ശിക്ഷ. അയ്യോ 7 കൊല്ലം ക്ലീറ്റോനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല. അയ്യോ അതെനിക്കും പറ്റത്തില്ല കേട്ടാ. എന്താണ് കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയണത് കനക? കണ്ണിച്ചോരല്ല, പ്രവൃത്തി കാണിക്കല്ലേ. അറിവില്ലായ്മ കൊണ്ട് ഒരു മനുഷ്യൻ തെറ്റിയുന്നതായിരിക്കും. അറിവില്ലാഞ്ഞിട്ടാണ് 25,000 കുടുംബിനെ പിടിച്ചു കൊടുക്കാൻ തോന്നിയത്. ഏട്ടനെ അറിയാലോ, രണ്ടിനും ബോധമില്ലാത്തത്. 2-നും 3-നും ബോധമില്ല. അമ്മാവൻ പെട്ടുപോയതായിരിക്കും ചിലപ്പോ. എന്തെങ്കിലും ചെയ്യുന്നേ. അതല്ലേ ഇപ്പൊ വിളിച്ചത് ഫോറസ്റ്റ് ഓഫീസർ. അവിടെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഈ തമിഴിനെ കിട്ടിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ കൊന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊക്കെ ഉണ്ട്, കുറച്ച് നടപടിക്രമങ്ങളും കാര്യങ്ങളുണ്ട്. പിഴ അടയ്ക്കണം. പിന്നെ ജീവിയെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ജീവിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മലയാളികൾ 3 പേരുണ്ടല്ലോ, ഡക്ലസും ശങ്കരനും പിന്നെന്ത് റോബർട്ടും. അതാരാ? ക്ലീറ്റസ്, ഗിരിരാജൻ, മറ്റേ റൊണാൾഡ്. ആകെ ചെയ്തൊരു ബുദ്ധിപരമായ കാര്യം പേര് മാറ്റി പറഞ്ഞു. അതുകൊണ്ട് അവരെ പിടിക്കാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ മനസ്സിലായിട്ടില്ലായിരിക്കും. ഞാൻ സാറിനോട് ചോദിച്ചു, വലിയ ഇഷ്യൂ ഇല്ലാതൊക്കെ വിടാം, കുഴപ്പമൊന്നുമില്ല, അവർ അന്വേഷിച്ചോണ്ടിരിക്കും. പിന്നെ ജീവിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആരും കയ്യിൽ നിൽക്കില്ല. സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ടമാരും വരും. ഇപ്പൊ അവിടെ നിങ്ങൾ വരണ സമയമുള്ളൂ. ഇനി എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ നീ? സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ വഴക്ക് പറയുന്നുണ്ടല്ലോ. സാറേ പിന്നെ വേറെന്തെങ്കിലും നടപടി വല്ലതും തുടങ്ങുന്നതിന് മുമ്പ് നിന്ന് അറിയിച്ചേക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ. ആണോ? സാറിനോട് അല്ലേ ഇവർക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറേ, ഇവർക്ക് അങ്ങനെ ഒന്നും അതിനെ പറ്റി അറിയാത്തോണ്ടാണ് സംഭവിച്ചു പോയതാണ്. അല്ലല്ല, അതറിയാം. അത് ശരി സാർ. ഓ താങ്ക് യു സാർ, താങ്ക് യു. അല്ല ഞാൻ അവരുടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഈ ആഴ്ച എന്തായാലും അവർ പുറത്തൊന്നും പോകില്ല. അത് ഞാൻ നോക്കോളാം. ഈ ആഴ്ച ഒന്നും പുറത്തൊന്നും പോകില്ല. ഞാൻ നോക്കണം. എന്തെങ്കിലും ഞാൻ അറിയിച്ചോ സാർ, എന്തെങ്കിലും പറയണേ. ശരി. നീ എൻ്റെ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ നിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിളിക്കുന്നത്. അല്ല ഞാൻ ക്ലീറ്റോനെ കുറിച്ച് പറയാൻ വേണ്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, വന്നോണ്ടിരിക്കണം. ഇപ്പൊ ഇങ്ങോട്ട് അവർ വരും. കന്യാകുമാരി ഇവിടെ വരെ എത്തുന്ന സമയം കാത്തിരിക്കാമല്ലോ. ഞാൻ അതിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ സാറിന് പറഞ്ഞില്ലെങ്കിൽ എടി സാർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് എപ്പോഴും ഉള്ളത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയിൽ കയറുന്നത്. ഞാനിപ്പോ പല ചിന്തകളും ആക്രാന്തരായിനെ വിളിക്കണോ? ഓ ഓ എന്റെ പൊന്നോ, ഇപ്പൊ ഒരുവിധം കാര്യങ്ങൾ ഓക്കെ ആയി.
ഫോണൊക്കെ ഓൺ ചെയ്താടെ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു കന്യാകുമാരി യാത്ര? നന്നായിരുന്നു. ഉദയം കണ്ടു, അസ്തമയവും കണ്ടു. ജീവിതത്തിന്റെ അസ്തമയം എങ്ങനെയാവണമെന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി പോലെ കനകന്റെ വിളി വന്നു. അപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു. എങ്ങനെ ഡഗ്ലസിനെയും റോബോട്ടിനെയും കുമാറിനെയും ഒക്കെ കണ്ടോ? മാറില്ല, ശങ്കരൻ. ആ ഡഗ്ലസ്, ശങ്കരൻ, റോബോട്ട്. അല്ല, ഈ പേര് മാറ്റി പറയാന്നുള്ളത് ആരെ ബുദ്ധിയായിരുന്നു? ഇവന്റെ ബുദ്ധിയ. നന്നായി, ഇല്ലെങ്കിൽ അറിഞ്ഞേനെ. അതെ, അതൊത്ത്. അല്ല, ഇനി ഈ അളിയ എനിക്ക് ചോദിച്ചു മടുത്ത്, എന്നാലും പറയാണ്, എന്തിനാ അളിയ, എങ്ങനെയാ അളിയ ഈ ഉടുമ്പിന്റെ കൊട്ടേഷൻ നിനക്ക് വന്നത്? അത് ഇവന്റെ ബുദ്ധിയല്ല. അവാക്കണേ എന്റെ തലയെ കൊണ്ട് ഇടല്ലേ, അത് അമ്മാവന്റെ ബുദ്ധിയാണ്. അമ്മാവന്റെ ചീരത്തോട്ടത്തിൽ ഒരു ഉടുമ്പിനെ കിട്ടി, എടാ ക്ലീറ്റസ് നീ വാ, ഇതിനെ നമുക്ക് മറച്ചു വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് തമിഴ്നാട്ടിൽ ഒരാളുണ്ട് നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണക്ട് ചെയ്തതാണ്. അത്ര ഞാൻ ചെയ്തോളൂ. അമ്മാവനാ, ആണി അമ്മാവൻ. ഡാഡി ഒന്ന് വന്നേ, എന്ത് മക്കളെ? കുറച്ച് സംസാരിക്കാനുണ്ട്. മാമ കൊണ്ടുപോവാണേ, മടുത്തിട്ട. മനസ്സിലായി. തങ്കം വാ. അവള് നോക്കിക്കോളൂ. മക്കൾക്കാനുള്ള പക്വതയായി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ പൊയ്ക്കോ. ഓ, അമ്മാവനുള്ളത് വരും, അവിടെ നിന്നും വരും, ഇതിനകത്തുനിന്നും ഉണ്ട്. അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. എന്നാ പിന്നെ